കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് രൂപീകരണത്തിൽ വിവാദം. കീഴ്വഴക്കം ലംഘിച്ചാണ് നോമിനേഷൻ എന്നാണ് ആക്ഷേപം. ചരിത്രത്തിൽ ആദ്യമായി അൺഎയ്ഡഡ് കോളേജ് പ്രിൻസിപ്പാളിനെ പാനലിൽ ഉൾപ്പെടുത്തിയതാണ് വിവാദമായത്. തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് അധ്യാപക സംഘടനകൾ വൈസ് ചാൻസലറെ കണ്ടു. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിട്ട് പുതിയ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തത്. ഇതിൽ പ്രിൻസിപ്പാളായി നിയമന അംഗീകാരമില്ലാത്തയാളെ സിൻഡിക്കേറ്റിലേക്ക് പ്രിൻസിപ്പൽ മണ്ഡലം പ്രതിനിധിയായി നിയമിച്ചതാണ് വിവാദമായത്. പാറാൽ DIA അറബിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PK അബ്ദുൾ ജലീലിനെയാണ് നിയമവിരുദ്ധമായി നോമിനേറ്റ് ചെയ്തതെന്നാണ് ആക്ഷേപം. പ്രിൻസിപ്പാലായി മെയ് 30-നാണ് അബ്ദുൾ ജലീൽ നിയമിതനായത്. സർവകലാശാലയിൽ നിന്നോ ഉന്നത വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ നിന്നോ ഇതുവരെ നിയമനാംഗീകാരം ലഭിച്ചിട്ടുമില്ല. സർവകലാശാല ചരിത്രത്തിൽ ആദ്യമായി അൺഎയ്ഡഡ് മേഖലയിലെ പ്രിൻസിപ്പാളിനെ സിൻഡിക്കേറ്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ അക്കാദമിക് മികവുള്ള സർക്കാർ കോളേജ് പ്രിൻസിപ്പാലെ പരിഗണിച്ചില്ലെന്നും ഇടത് അധ്യാപക സംഘടനകൾ ആരോപിച്ചു. കണ്ണൂർ സർവകലാശാലയിലെ 59 ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്കും സിൻഡിക്കേറ്റിന്റെ ശുപാർശ പൂർണ്ണമായും തള്ളിയാണ് നേരത്തെ നിയമനങ്ങൾ നടത്തിയത്. ഇതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പ്രിൻസിപ്പാലായി നിയമനാംഗീകാരമില്ലാത്തയാളെ പ്രിൻസിപ്പൽ മണ്ഡലത്തിൽ നിന്നുള്ള സിൻഡിക്കേറ്റ് അംഗമായി നിയമിച്ചത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് അധ്യാപക സംഘടനകൾ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK സാജുവിന് പരാതി നൽകി. മാനദണ്ഡത്തിന് വിരുദ്ധമായുള്ള നിയമനം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പ് VC നൽകിയതായും അധ്യാപക സംഘടനകൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.